നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമ്മളുടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതായത് ലൈറ്റിംഗ്, അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള വാഹനങ്ങളിൽ, അതായത് ഒരു ലൈറ്റിംഗ് സിസ്റ്റം എല്ലാ വാഹനങ്ങളിലും മസ്റ്റായിട്ട് വരുന്നതാണ് ലൈറ്റിംഗ് സിസ്റ്റം. അതായത് രാത്രിയിലുള്ള യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഹെഡ്ലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് രാത്രി ഭംഗിയായിട്ട് വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കണം, നല്ല വിസിബിലിറ്റി ആയിട്ട് ഉള്ള വെളിച്ചം കിട്ടണം, അത് എതിരെ വരുന്നവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇതാണ് ഒരു ബേസിക് ഹെഡ്ലൈറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പല വാഹനങ്ങളിലും LED മാറിയിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റുകളാണ് പല വാഹനങ്ങളിലും. അതായത് കുറച്ച് പ്രീമിയം സെഗ്മെൻറ്റുകളിലേക്ക് വരുമ്പോൾ എല്ലാത്തിലും LED ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഒരു മിഡ് വേരിയൻറ്റ് കാറുകളിലെല്ലാം വരുന്ന ഒരു പ്രൊജക്ടറുകളുണ്ട്. നമ്മുടെ മാറ്റർ ഇവിടെ അതാണ്, ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ അന്നത്തെ ഞാൻ കൺക്ലൂഷൻ ഇതാണെന്നു, പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകൾ എപ്പോഴും നല്ലത് തന്നെയാണ്. അതായത് നമ്മുടെ ലോ ബീമിൽ പ്രൊജക്ടർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൈഡായിട്ടുള്ളൊരു കട്ട് ഓഫും, അതുപോലെ എതിരെ വരുന്നവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലുള്ളൊരു കട്ട് ഓഫും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കുന്നത് പ്രൊജക്ടറുകളിലാണ്. ഒരു റിഫ്ലക്ടർ ലാമ്പിനേക്കാളും എന്തുകൊണ്ടും നല്ലത് പ്രൊജക്ടറാണ്. ഇവിടെ നമ്മുടെ നിലവിലുള്ള ഒരു മിഡ് വേരിയൻ്റ് അല്ലെങ്കിൽ ടോപ്പ് എൻഡിന് അല്ലെങ്കിൽ താഴെയുള്ള വാഹനങ്ങളിലെല്ലാം വരുന്ന പ്രൊജക്ടറുകളുണ്ടാവും, പ്രൊജക്ടർ ലെൻസുകളുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ലെൻസ് പോലെയുള്ള സംഗതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഹാലജൻ ബൾബായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ പകൽ വാഹനങ്ങളെല്ലാം ഓടിച്ചു നോക്കി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തെടുക്കും. രാത്രി നമ്മൾ വാഹനം വാങ്ങിയതിന് ശേഷമായിരിക്കും രാത്രി എല്ലാവരും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാറുള്ളൂ. ആരും എൻ്റെ അറിവിൽ രാത്രി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വാഹനം വാങ്ങുന്ന ആളുകൾ കുറവാണ്. ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഓടിക്കുന്ന വാഹനം രാത്രി നമ്മൾ ഓടിക്കുമ്പോഴായിരിക്കും ഇതിന് വെളിച്ചം കുറവാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ആലോചിക്കുമ്പോഴാണ് ഏതെങ്കിലും നമ്മൾ ഷോപ്പിൽ ചെല്ലുന്നു, നേരെ ഒരു LED എടുത്തിരുന്നു. LED ഇട്ട് കഴിഞ്ഞാൽ നല്ല വെളിച്ചമാണ്. 50 വാട്ട്, 60 വാട്ട്, 100 വാട്ട് LEDകളൊക്കെ നമുക്ക് പലതും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതും വൈറ്റ് ലൈറ്റ് വാഹനത്തിൽ ഫിക്സ് ചെയ്യുന്നു, ഫ്രണ്ടിൽ വന്ന് നോക്കുന്നു, കണ്ണിലേക്ക് അടിച്ചു, ഓക്കെ കൊള്ളാം, നല്ല വെളിച്ചം എന്നും പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങും. പലരും ഇവിടെ വന്ന് മാറാറുണ്ട്. ഈ LED ഇട്ട ആളുകൾ തന്നെ ഞാൻ മാറ്റി കൊടുക്കാറുണ്ട്. പ്രൊജക്ടറിൽ LED ഇട്ടതും അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്ത് ഒരു ആൾട്രേഷൻ ചെയ്ത് തന്നെ ഇവിടെ മാറ്റി കൊടുക്കാറുണ്ട്. കാരണം എല്ലാ ബൾബുകളും എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ പെർഫോം ചെയ്യില്ല. ഓരോ ബൾബുകളും ഓരോ സ്ഥലങ്ങളിലും ഓരോ വാഹനങ്ങളിലും വ്യത്യസ്ത വാഹനങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് പെർഫോം ചെയ്യുക. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നമ്മുടെ കണ്ടൻറ്റ് ഇതാണ്. പ്രൊജക്ടർ ലാമ്പുകളിൽ ഹാലജൻ ബൾബാണോ LED ബൾബാണോ HID ബൾബാണോ നല്ലത്? ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. HID ആണോ നല്ലത്, LED ആണോ നല്ലത്, അതോ ഹാലജൻ ആണോ? അപ്പോൾ ചിലർക്ക് ഹാലജൻ ബൾബിൽ തന്നെ അപ്ഗ്രേഡ് വേണം. പ്രൊജക്ടർ ലാമ്പുകളിൽ ഹാലജൻ ബൾബിൽ തന്നെ മാറണം, അതിൻ്റെ അകത്ത് വെളിച്ചം കൂട്ടി എടുക്കാൻ പറ്റുമെന്ന് അറിയണം. അതുപോലെ തന്നെ ചിലർക്ക് LED മാത്രമേ പറ്റുള്ളൂ. HID വിരുദ്ധരുണ്ട്. കാരണം HID ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതായത് എൻ്റെ ബാക്കിൽ ഹോൾ ഉണ്ടാക്കും, അതിൽ പൊടി കയറും, വെള്ളം കയറും എന്നൊക്കെ പറഞ്ഞിട്ട് പലരും HID ചെയ്യുന്നില്ല. അതുപോലെ LED ചിലർക്ക് പറ്റില്ല, HID വേണമെന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന് കിട്ടുന്നതെന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ തിയറി മാത്രമല്ല പറയുന്നത്, നമുക്ക് വിത്ത് എവിഡൻസ് ഞാൻ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ നോക്കാം, അതിൻ്റെ അകത്ത് എന്താണ്, ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിവിടെ കമ്പാരിസന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു ടാറ്റ നെക്സോൺ XM വേരിയൻറ്റ് ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലോ ബീം വരുന്നൊരു പ്രൊജക്ടറാണ്, ഹൈ ബീം റിഫ്ലക്ടറുമാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് അപ്ഗ്രേഡ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഞാനെല്ലാം സ്റ്റോക്കിലേക്ക് മാറ്റി ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഇതിൻ്റെ വൺ സൈഡ് ലൈറ്റിൻ്റെ കപ്ലർ അങ്ങ് ഊരി മാറ്റി വയ്ക്കുക. അപ്പോൾ മറ്റേ സൈഡ് ലൈറ്റിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സൈഡ് ലൈറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കമ്പാരിസന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു 55 വാട്ട് ഹാലജൻ ബൾബ്, അതായത് സ്റ്റോക്ക് വണ്ടിയിൽ വരുന്ന ഹാലജൻ ബൾബ് 55 വാട്ടാണ്. അടുത്തത് ഉപയോഗിക്കുന്നത് ഒരു 55 വാട്ട് LED, അതിൻ്റെ കളർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4300 ആണ്. അതുപോലെ തന്നെ അടുത്തത് 55 വാട്ട് HID, ഇതിൻ്റെയും കളർ ടെമ്പറേച്ചർ ഒരു 4300 കെൽവിനാണ്. അപ്പോൾ മൂന്നും ഏതാണ്ട് ഒരേ വോൾട്ടേജുള്ള ബൾബുകളാണ്. അതുപോലെ തന്നെ കളർ ടെമ്പറേച്ചർ LEDയുടെയും HIDയുടെയും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മളിതിന് ആദ്യത്തെ നോക്കുന്നത് 55 വാട്ട് ഹാലജൻ ബൾബാണ് ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ആദ്യമേ ഒന്ന് കാണുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹാലജൻ ബൾബിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം മോശമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു വെളിച്ചം തന്നെ നമ്മുടെ നെക്സോണിൻ്റെ പ്രൊജക്ടർ ലോ ബീമിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ചില ഭാഗത്ത് വെളിച്ചം കൂടുതലും കുറവൊക്കെ വരുന്നുണ്ട്. അത് ആ പ്രൊജക്ടറിൽ വരാൻ പാടില്ല എങ്കിൽ കൂടി അതിൻ്റെ അത് ചെറിയ രീതിയിൽ വരുന്നുണ്ട്. സ്റ്റോക്ക് പ്രൊജക്ടറിൽ ഏകദേശം അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ഒരു ഏരിയയിൽ നമ്മൾ ലെക്സ് മീറ്റർ വെച്ച് മെഷർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അറൗണ്ട് ഒരു 600 ലെക്സ് ആണ്. ഹാലജൻ ബൾബിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 600 ലെക്സ് ആണ്.
അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ LED ബൾബാണ്. ഒരു 55 വാട്ടിൻ്റെ 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള LED ബൾബാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമേ നമ്മളതിൻ്റെ ഹാലജൻ ബൾബ് അവിടെ നിന്ന് ഊരി മാറ്റി അതിന് ശേഷം നമ്മുടെ ഈ LED ബൾബ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പൊളാരിറ്റി നമുക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇടാനുണ്ട്. പൊളാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് ചെന്നെങ്കിൽ മാത്രമേ LED ബൾബ് വർക്ക് ചെയ്യത്തുള്ളൂ. ഹാലജൻ ബൾബിൽ അങ്ങനെ പൊളാരിറ്റി ഒന്നും നോക്കാനില്ല, എങ്ങനെ ഇട്ടാലും ബൾബ് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ LED ആദ്യമേ ഇടാനായിട്ട് ചെറിയൊരു ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റിങ്, അതായത് അതിൻ്റെ ഹോൾഡർ പൊസിഷൻ നമ്മൾ ആദ്യമേ ഊരി ഫസ്റ്റ് അതിനെ ഫിക്സ് ചെയ്യുന്നു. അതിന് ശേഷമാണ് നമ്മൾ ബൾബ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മുടെ ക്യാപ്പും അതെല്ലാം കറക്റ്റായിട്ട് തന്നെ അടച്ചു വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ LED ബൾബ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഓണാക്കി നോക്കുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് പ്രൊജക്ടറിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു വാം വൈറ്റ് കളറാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ 4300 കെൽവിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വാം വൈറ്റാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ വാളിൽ കാണുന്നത്, ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും പല ഒരു ഡിസൈനും പാറ്റേണൊക്കെ കാണുന്നത് അവിടെ ഇവിടെയായിട്ട് കൂടുതൽ. ഹാലജനിൽ നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും ഒരു കുറച്ച് സ്കാറ്റേർഡ് ആയിട്ടാണ് നമ്മൾ ലൈറ്റ് കാണുന്നത്. അപ്പോൾ ഇതിനൊന്ന് ബൾബ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഹാലജൻ ബൾബ് പോലെയല്ല, നമ്മുടെ LED ബൾബിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് LED ചെയ്യേണ്ടത്. ഒരു ഡയറക്റ്റ് വെറുതെ ബൾബ് ഇടുകയല്ല, അതിനൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഏകദേശം നല്ല രീതിയിൽ കിട്ടുന്നൊരു പൊസിഷനിൽ വെച്ചിട്ട് ഏറ്റവും ലൈറ്റ് കൂടുതലുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ മെഷർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇപ്പോൾ കിട്ടുന്നത് ഒരു 1300 ലക്സസ് ആണ്. 1300 ലക്സ് ആണ് ഇപ്പോൾ നമ്മുടെ LED കിട്ടുന്നത്. ആദ്യത്തെക്കാളും നല്ല രീതിയിലുള്ളൊരു ബെറ്റർ ആയിട്ടുണ്ട്, നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ 1300 ലക്സ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിക്കൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ LED ബൾബ് അവിടെ നിന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത ബൾബ് അവിടെ ഇട്ട് നോക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ബൾബ് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ HID ബൾബാണ്. ലാസ്റ്റ് ചെയ്യുന്നത് HID ബൾബാണ്. അപ്പോൾ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒരു കപ്ലർ ഫിറ്റിംഗ് തന്നെയാണ്. പക്ഷേ LED ബൾബിൽ ഒരു സിംഗിൾ കപ്ലറിൽ ഫിറ്റിംഗ് ആവുകയാണെന്നുണ്ടെങ്കിൽ HID ബൾബ് വരുമ്പോൾ ഒരു 2-3 സെറ്റ് കപ്ലറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനുണ്ട്. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതായത് പൊളാരിറ്റി ഇതിനും നോക്കാനുണ്ട്. അതുപോലെ വയറൊക്കെ മാറിപ്പോവാതെ കറക്റ്റായിട്ട് കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ബൾബ് കത്തത്തുള്ളൂ. അതുകൂടാതെ ഇതിൻ്റെ സൈഡിലൊരു എക്സ്റ്റേണൽ ബാലസ്റ്റ്, അതിൻ്റെ സൈഡിലൊരു ബോക്സ് ഇരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ബാറ്ററിയുടെ മുകളിൽ ഇരിക്കുന്ന ചെറിയൊരു ബോക്സ്, അതാണ് ഇതിൻ്റെ ബാലസ്റ്റ് യൂണിറ്റ്. ഇത് നമ്മൾ പുറമെ ഹെഡ്ലൈറ്റിൻ്റെ പുറത്ത് കീപ്പ് ചെയ്യേണ്ട ആ ഒരു പോർഷനാണ്. അപ്പോൾ അതൊരു വയറ് പുറത്തേക്ക് ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പുറത്തൊരു ഹോൾഡറിൽ ആ ക്യാപ്പിൽ ഒരു ഹോൾ ഉണ്ടാക്കി അതേ കൂടെയാണ് ഈ വയർ ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ പോകുന്നത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഹെഡ്ലൈറ്റ് ഹോൾ ഇട്ട് അതിൻ്റെ അകത്ത് വെള്ളം കയറും പൊടി കയറും എന്നുള്ള കംപ്ലയിൻറ്റുകളൊക്കെ പറയാറുണ്ട്. പക്ഷേ ശരിക്കും അതിൻ്റെ യാഥാർത്ഥ്യം ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻസ്റ്റലേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ഹോളിൻ്റെ അകത്തേക്കൂടെ വയറ് അകത്തേക്കും പുറത്തേക്കും പോകുന്നുണ്ട്. അവിടെ തന്നെ ഒരു റബ്ബർ വാഷർ ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതായാലും എല്ലാ HID കിറ്റുകളിലും ആ ഒരു സിസ്റ്റം വരുന്നുണ്ട്. പലരും അത് യൂസ് ചെയ്ത് കാണാറില്ല. കറക്റ്റായിട്ട് അത് പ്രോപ്പർ ഹോൾ ചെയ്ത് അതിൻ്റെ അകത്ത് ആ വാഷറും ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് പൊടിയോ വെള്ളമൊന്നും കയറാതെ തന്നെ വളരെ സെറ്റായിട്ട് അവിടെ അതിന് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ബൾബ് നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ HID ബൾബിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. HID ബൾബ് ഓണായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതായത് അതിൻ്റെ വാമിംഗ് അപ്പ് ടൈം എന്ന് പറയും. അപ്പോൾ അതൊരു ക്വിക്ക് സ്റ്റാർട്ട് ബാലസ്റ്റാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് പെട്ടെന്നാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമുക്കതിൻ്റെ ലൈറ്റ് വരുന്നത്. സെൻറ്റർ പോർഷനിൽ ഒരു നല്ല ലൈറ്റ് ഇൻറ്റൻസിറ്റിയും അതിൻ്റെ വശങ്ങളിലേക്ക് ചെറിയ പാറ്റേണുകൾ കാണുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് HID ബൾബിൽ കിട്ടുന്നത്. നമ്മുടെ LED-നേക്കാളും ഏകദേശം നല്ല രീതിയിലുള്ള ഒരു ലൈറ്റ് പാറ്റേൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഔട്ട്പുട്ട് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് മനസ്സിലാവുന്നത്. ഇവിടെ വരുന്നത് നമുക്കൊരു 2100 ലക്സസ് ആണ് ഈ നമ്മുടെ ലക്സ് മീറ്ററിൽ ഇപ്പോൾ കാണിക്കുന്ന ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളിവിടെ 3 ബൾബുകൾ കമ്പാരിസൺ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് HID ബൾബിനാണ്. നമ്മുടെ LED-നേക്കാളും എന്തുകൊണ്ടും ലൈറ്റ് ഔട്ട്പുട്ട് കൂടുതൽ വരുന്നത് HID ബൾബിനാണ്. അതാണ് നമ്മുടെ ഇവിടെ കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ 3 ലൈറ്റുകളും ഒരേ സമയം നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാലജൻ്റെ, അതായത് ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ വരുന്ന ഹാലജൻ്റെയും അതുപോലെ തന്നെ ബോട്ടം ഇതിൽ വരുന്ന HID-യുടെ ലൈറ്റും കൂടെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റർ പോയിന്റിൽ നിന്നും താഴേക്ക് വശങ്ങളിലേക്ക് വരുമ്പോൾ വെളിച്ചം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതേസമയം LED-യുടെ ലൈറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു കുറച്ച് ചില ഭാഗങ്ങളിൽ വെളിച്ചം കൂടുതൽ, ചില ഭാഗം കുറച്ച് ഏരിയ ഡാർക്ക് ഏരിയ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ആദ്യമേ ബോധ്യപ്പെട്ടു. ഇൻറ്റൻസിറ്റി നമുക്ക് കൂടുതൽ വരുന്നത് HID ബൾബിലാണ്.
ഇതിൻ്റെ പെർഫോമൻസ് ചേഞ്ച് ഒന്നുകൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 55 വാട്ട് സ്റ്റോക്ക് ഹാലജൻ ബൾബിൽ നമ്മളൊരു 600 ലക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 55 വാട്ട് LED-യിൽ 1300 ലക്സ്, അതായത് ഒരു 45.7% ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മുടെ സ്റ്റോക്കിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് പറയുന്നത്. 45 അറൗണ്ട് 50% ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ നമ്മുടെ 55 വാട്ട് HID-യിൽ നമുക്ക് കിട്ടുന്നത് 2100 ലക്സ് ആണ്. അതായത് നിലവിലുണ്ടായിരുന്നതിനേക്കാളും 150% ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു HID ബൾബ് തന്നെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൽ ഒരു നല്ല ഔട്ട്പുട്ട് നൽകുന്നത്. അപ്പോൾ അത് തന്നെ നമുക്കിവിടെ ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു വിന്നറായിട്ട് എടുക്കാം.